ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോൾ സെമി കേഡറിന് ശേഷം പുതിയ ടൈപ്പ് കോൺഗ്രസ്സുകാർ ഇങ്ങനെയാണോ? മാധവ്, ഞാൻ അതിന് മറുപടി പറയാം. അതിനു മുമ്പ് എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. തീർച്ചയായിട്ടും മാധവിൻ്റെ ഈ ചോദ്യത്തിന് മറുപടി പറയും. ഒന്ന്, ഈ ഗാന്ധിയുടെ സ്തൂപം വെറും കോൺക്രീറ്റ് കഷ്ണങ്ങളാണെന്ന് തോന്നുന്നവർക്ക് ചിലപ്പോൾ അത് പൊളിക്കാൻ തോന്നും. പക്ഷെ ഗാന്ധിജിയുടെ സ്തൂപം ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവിൻ്റേതാണ് എന്ന് തോന്നുന്നവർക്കാണ് അത് പൊളിക്കാതിരിക്കാൻ തോന്നുള്ളൂ. അപ്പോൾ CPM പ്രതിനിധി പറഞ്ഞതിനോട് നമുക്ക് എതിർത്ത് പറയാൻ പറ്റില്ല. പലരുടെയും ചിത്രങ്ങൾ ഗാന്ധി ചിത്രത്തോടൊപ്പം ഉണ്ടായതുകൊണ്ട്, ബാക്കി കോൺഗ്രസ് നേതാക്കന്മാരുടെ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും അടക്കം ചിത്രങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അത് പൊളിച്ചതെന്ന്. അപ്പോൾ ഗാന്ധി ചിത്രത്തോടൊപ്പം മറ്റ് പല നേതാക്കന്മാരുടെയും രക്തസാക്ഷികളുടെയും ചിത്രമുണ്ടെങ്കിൽ ഇവർ പൊളിക്കുമെന്നാണോ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇനി അടുത്തത്, ഇവർ പറയുന്നത് അത് അന്വേഷിക്കണമെന്ന്. ഞങ്ങളും പറയുന്നത് അന്വേഷിക്കണമെന്നാണ്. സനീഷിൻ്റെ വീട്ടിലെ ഗാന്ധി സ്തൂപം തകർത്തത്, കൊടിമരം തകർത്ത് ആരാണെന്ന് അന്വേഷിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് പ്രൊഡക്ഷൻ വന്നപ്പോൾ ഇത് തന്നെയല്ലേ പറഞ്ഞേ. അന്വേഷിച്ചപ്പോൾ റിബേഷ് എന്ന് പറഞ്ഞ CPM നേതാവായിട്ടുള്ള ഒരു അധ്യാപകൻ്റെ ഫോണിലല്ലേ അത് കണ്ടെത്തിയത്. അതിനുശേഷം അത് എവിടം വരെ എത്തിയെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ എല്ലാം അന്വേഷിക്കണം. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എന്തായാലും കോൺഗ്രസ് അല്ല കൈകാര്യം ചെയ്യുന്നത്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് പിണറായി വിജയനാണ്. അദ്ദേഹം ഇതുകൂടി അന്വേഷിക്കണം. സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടക്കട്ടെ. ഇവിടെ പൂക്കോട്ട് കോളേജിലും കോട്ടയം നഴ്സിംഗ് കോളേജിലും ഒക്കെ റാഗിങ്ങും കൊലപാതകവും ഒക്കെ നടന്നപ്പോൾ, നിരവധി തവണ ഇത്തരത്തിൽ സംവാദങ്ങളും സംഭാഷണങ്ങളും നടന്നപ്പോൾ പറഞ്ഞു മറ്റ് വിദ്യാർത്ഥി സംഘടനകളെ അനുവദിക്കണം. എന്തിനാ? അവർ വന്ന് കൊടിമരം ഇട്ട് യൂണിറ്റ് ഇട്ട് പ്രവർത്തിക്കട്ടെ എന്നാണ്. ഇവിടെ സ്വന്തം നാട്ടിൽ കൊടിമരം ഇടാൻ പറ്റാത്തത് കൊണ്ട് സ്വന്തം വീട്ടുപറമ്പിൽ കൊടിമരം ഇട്ട് ഗാന്ധി സ്തൂപം സ്ഥാപിച്ച ആളുടെ ഗാന്ധി സ്തൂപം നിന്റെ അടുക്കളയിലാണെങ്കിൽ പോലും ഞങ്ങൾ സമ്മതിക്കില്ല. നിന്നെയല്ല, നിന്റെ അച്ഛൻ സദാനന്ദനെ കൈകാര്യം ചെയ്ത പോലെ. അപ്പോൾ അച്ഛൻ സദാനന്ദനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് കൂടി CPM പറയണം. പണ്ട് MM മണി പറഞ്ഞ പോലെ ഒരാളെ വെടിവെച്ചും ഒരാളെ കുത്തിയും ഒരാളെ വെട്ടിയൊക്കെ കൊന്നതുപോലെ സദാനന്ദനെ നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നുകൂടി പറയണം. മരപ്പട്ടത്ത് എന്തുകൊണ്ടാണ് കോൺഗ്രസിന് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്തത് എന്ന് പറയണം. അപ്പോൾ ഇതൊക്കെ CPMകാർ അറിയാതെ അവരുടെ വായിൽ നിന്ന് വരുന്ന കാര്യമാണ്. ഇനി ഇവിടെ എന്നോട് ചോദിച്ച ഒരു കാര്യമുണ്ടല്ലോ, ഈ ധീരജിൻ്റെ മരണം. ഞാൻ കൃത്യമായിട്ട് ഉത്തരവാദിത്വ ബോധത്തോട് പറയുന്നു, ധീരജ് മരണപ്പെട്ടത് എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൻ്റെ അകത്തല്ല. ആ FIR ഒന്ന് പരിശോധിക്കണം. CPM പ്രതിനിധി, താങ്കൾ പറഞ്ഞത് ക്യാമ്പസിനകത്ത് കൊല്ലപ്പെട്ടു എന്നാ. നിങ്ങൾ രക്തസാക്ഷി എന്ന് അവകാശപ്പെടുന്ന ധീരജ് മരണപ്പെട്ട സ്ഥലം പോലും കൃത്യമായിട്ട് അറിയാത്ത ആളാണ് ചർച്ചയ്ക്ക് വരുന്നെങ്കിൽ വല്ലാത്ത കഷ്ടമെന്നേ പറയാനുള്ളൂ. ധീരജ് മരണപ്പെട്ടത് നിഖിൽ പൈലി എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസ് നേതാവിനെ കൊല്ലാൻ വേണ്ടി ഒരുപറ്റം SFIക്കാർ ക്യാമ്പസിന് പുറത്തേക്ക് ഇറങ്ങി ഓടിച്ചെന്ന് പിന്തുടർന്ന് ചെന്നപ്പോഴാണ്. എന്തായാലും നിഖിൽ പൈലിക്ക് ഉമ്മ കൊടുക്കാനോ കെട്ടിപ്പിടിച്ച് സ്നേഹം പങ്കിടാനോ ആയിരിക്കില്ലല്ലോ നിങ്ങൾ ആരും ഓടിച്ചെന്നത്. അവിടെ നടന്ന കൂട്ട സംഘർഷത്തിൽ അടിയിൽ പരിക്കേറ്റ്, പലർക്കും പരിക്കേറ്റതിൽ ഒരാൾ പരിക്കേറ്റ് മരണപ്പെട്ടു. ആ മരണപ്പെട്ടത് ആര് മരണപ്പെട്ടാലും, ഇവിടെ ധീരജെന്നല്ല, ആര് മരണപ്പെട്ടാലും ഞാനും ഒരു കോൺഗ്രസ്സുകാരനാ. എൻ്റെ മക്കൾ നാളെ SFIയുടെ കൊത്തി പിടിച്ച് മറ്റാളുകളെ കൊല്ലാൻ തെരുവിൽ ഇറങ്ങരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാ. അപ്പോൾ അതുകൊണ്ട് ഏത് മനുഷ്യൻ മരണപ്പെട്ടാലും നമുക്ക് ഒരേ വികാരത്തോടെ തന്നെ കാണണം. പക്ഷെ ആ വികാര പ്രകടനം അല്ലല്ലോ ഡോക്ടർ ജിൻഡോ ജോൺ അന്നുണ്ടായത്. അങ്ങ് ഈ കാര്യങ്ങളെ വളരെ പ്രോഗ്രസീവായി കാണുന്ന ഒരാളാണെന്ന് എനിക്ക് നിരന്തരം ചർച്ചകളിൽ ബോധ്യമുണ്ട്. പക്ഷെ അന്നത്തെ KPCC അധ്യക്ഷൻ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. അല്ലല്ല, ഞാൻ പൂർത്തിയാക്കട്ടെ. മാധുവിന്റെ എല്ലാ ചോദ്യത്തിനും എനിക്ക് ഉത്തരവുണ്ടല്ലോ. KPCC അധ്യക്ഷൻ എന്താ പറഞ്ഞേ? ഞങ്ങളുടെ കുട്ടികളെ കള്ളക്കേസിൽപ്പെടുത്തിയാണ് നിഖിൽ പൈലി ക്യാമ്പസിന്റെ അകത്ത് കയറിയോ? മാധുവിന്റെ കയ്യിൽ ദൃശ്യങ്ങളുണ്ടോ, തെളിവുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? നിഖിൽ പൈലിയെ കൊല്ലാൻ വേണ്ടി തെരുവിലേക്ക് ഓടിച്ച് പുറകിലോട്ട് പോയ ആളുകൾ കൂട്ടക്കുത്തിനിടയിൽ ഒരാൾ മരണപ്പെട്ടു. ആ മരണപ്പെട്ടത് എങ്ങനെയാണെന്ന് കണ്ടെത്തണ്ടേ? കുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെത്തണ്ടേ? അത് ഞങ്ങൾ കണ്ടെത്തി തരണോ? അത് കേരള പോലീസിന്റെ ചുമതലയാ. അത് കണ്ടെത്തണം, ആ കേസ് തെളിയിക്കണം. എങ്ങനെയാണ് ധീരജ് മരണപ്പെട്ടതെന്ന് അറിയണം. മാത്രമല്ല, അവിടെ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിൽ തമ്മിൽ തല്ല് നടന്ന് അതിലൊരാൾ മരണപ്പെടുന്നത് പോലെയാണോ ഷുഹൈബ് മരണപ്പെട്ടത്, ഷുക്കൂർ മരണപ്പെട്ടത്, കൃപേഷും ശരത്ലാലും വേട്ടയാടപ്പെട്ട് ഒളിവിലിരുന്ന് വെട്ടിക്കൊന്നു കളഞ്ഞത്? എങ്ങനെയാ അവർ മരണപ്പെട്ടത്? TP ചന്ദ്രശേഖരൻ മരണപ്പെട്ടത് എങ്ങനെയാ? ആസൂത്രിതമായിട്ട് പ്ലാൻ ഉണ്ടാക്കി കൃത്യമായിട്ട് എക്സിക്യൂഷൻ നടത്തിയില്ലേ? അതുപോലെയാണോ ധീരജിന്റെ മരണവും? എല്ലാ മരണവും ഒരുപോലെ തന്നെയാണ്. പക്ഷെ ധീരജിന്റെ മരണം എങ്ങനെയാണ് നടന്നത്? ഒരു സംഘർഷത്തിനിടയിൽ. മുൻകൂട്ടി ഒരു പ്ലാനും ആരും ഉണ്ടാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എഞ്ചിനീയറിംഗ് കോളേജിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം നിങ്ങളുടെ മണ്ഡലം പ്രസിഡന്റായ നിഖിൽ പൈലി നേരത്തെ പറഞ്ഞതുപോലെ അവിടെയുള്ള പിള്ളേരെ പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു കൊടുക്കാൻ പോയതായിരിക്കില്ല എന്നുകൂടി വിചാരിക്കുന്നു. ക്യാമ്പസുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കയ്യൊക്കെയുള്ള ചേട്ടന്മാർ പുറത്തു വന്ന് നിൽക്കുന്നത് ഒപ്പിച്ചു കൊടുക്കാനും വേണ്ടി വന്നാൽ അറിയാത്തവരാരും കൂടിയുണ്ടോ? മാധു, ക്യാമ്പസിലെ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് ക്യാമ്പസിൽ ഇലക്ഷൻ നടന്നാലും അവിടെ ആ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ അവിടെ ചെല്ലും, പ്രവർത്തിക്കും. നിഖിൽ പൈലി എന്ന് പറഞ്ഞ
യൂത്ത് കോൺഗ്രസ്സുകാരൻ KSUകാർക്ക് അല്ല, അങ്ങനെ പ്രവർത്തിക്കാൻ പോയിടത്താണ് രണ്ടുപേർക്കാണ് കുത്തേൽക്കുന്നത്. രണ്ടുപേർക്കാണ് കുത്തേൽക്കുന്നത്. അതിൽ രണ്ടുപേർക്കാണ് കുത്തേൽക്കുന്നത്. അതിലാണ് ധീരജ് മരിക്കുന്നത്. അതിലാണ് ധീരജ് മരിക്കുന്നത്. അല്ല, അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുതിർന്ന നേതാക്കൾ പോകരുതെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത്. ഈ പിള്ളേർ തമ്മിലുള്ള കാര്യങ്ങൾ പിള്ളേർ തമ്മിൽ തീർക്കാതെ അവിടെ കയ്യൊപ്പ് കാണിക്കാൻ പോകുന്ന പ്രശ്നമുണ്ടെന്നേ. അങ്ങ് പറഞ്ഞതുപോലെ നിഖിൽ പൈലിയെ പിള്ളേരിട്ട് ഓടിക്കാൻ അവിടെ ചെന്ന് കയ്യൂക്ക് കാണിക്കാൻ പോയത് ഒറ്റയ്ക്ക് നിൽക്കുന്നവനെ കൊല്ലാൻ ഓടിക്കുന്നവന്റെ കയ്യൂക്ക്, ഓടിപ്പോകുന്നവന്റെ അല്ല കയ്യൂക്ക്. ഓടിപ്പോകുന്നത് നിഖിൽ പൈലി, ഒറ്റയ്ക്ക് നിന്ന നിഖിൽ പൈലിയെ കൊല്ലാൻ ഓടിക്കുന്നവരാ കയ്യൂക്ക് കാണിച്ചത്. അവരാണ് അതിക്രമം കാണിച്ചത്. മാധു ഒന്നുകൂടി അന്വേഷിക്കുക. ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകർ ജീവൻ നഷ്ടപ്പെട്ടു. നോക്കൂ, അല്ലല്ല, എനിക്ക് നിഖിൽ പൈലിയെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ പറഞ്ഞതുപോലെ FIR അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും തള്ളി പറയാൻ ഞാൻ തയ്യാറുമല്ല. പക്ഷെ ജീവൻ നഷ്ടപ്പെട്ടത് 10-21 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിക്കാണ്. വിദ്യാർത്ഥികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ആനുകൂല്യമുണ്ട്. അത് മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾക്ക്, യുവജന നേതാക്കൾക്ക്, മുതിർന്ന നേതാക്കൾക്ക് പറയുന്ന പോലെ അവരുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാനുള്ളതാണ്. അതിൽ ഈ രീതിക്ക് ജിൻഡോ പ്രകോപിതനാകുന്നത് പോലും, ഈ രീതിക്ക് എന്റെ ഒരു ചോദ്യം പൂർത്തീകരിക്കാൻ പോലും സമ്മതിക്കാതെ ജിൻഡോ സംസാരിക്കുന്നത് പോലും ആ കാര്യത്തെ ജിൻഡോയ്ക്ക് ന്യായീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ ചർച്ച. ഈ ഉത്തരത്തിന് തുടക്കത്തിൽ ജിൻഡോ പറഞ്ഞു ആര് മരിച്ചാലും ഞാൻ അതിനെ ന്യായീകരിക്കുന്ന ആളല്ലാന്ന്. പക്ഷെ അന്ന് ന്യായീകരിച്ചതിന്റെ അംശങ്ങൾ ഇപ്പോഴും പ്രവർത്തകർക്കിടയിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഡോക്ടർ ജിൻഡോ അങ്ങനെ ന്യായീകരിച്ചില്ലെന്നും തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതങ്ങനെ ന്യായീകരിക്കാനല്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട് ഇത്രയും കാലത്തിനിടയിൽ. പക്ഷേ അന്നത്തെ ന്യായീകരണങ്ങളൊക്കെ കുറച്ച് കടന്ന ന്യായീകരണങ്ങളായിരുന്നു നേതാക്കൾ നടത്തിയത്. അതിന്റെ അലയൊലി ഇപ്പോഴും കിടക്കുന്നതുകൊണ്ടാണ് ആ മുദ്രാവാക്യം ഉളുപ്പില്ലാതെ വിളിക്കാൻ കഴിയുന്നത് എന്നാണ് പറഞ്ഞത്.